ഹേമാൻ, നമ്മൾ ദിവസം മുമ്പിട്ട വീഡിയോ അത്യാവശ്യം വ്യൂവേഴ്സ് കാര്യങ്ങളൊക്കെ കയറി. നമ്മൾ അതിൽ ഒരു ലൈക്കോ കമൻറ്റോ ഇതിനു വേണ്ടിയിട്ടൊന്നും ചെയ്ത ഒരു വീഡിയോ അല്ലത്. അത് നമ്മുടെ നാട്ടിലെ പ്രാദേശിക പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ നാട്ടിൽ ഇന്ന് വളർന്നു വരുന്ന പുതിയ തലമുറയെ സംരക്ഷിക്കുന്നില്ല എന്നൊരു കാരണം നമ്മുടെ അനുഭവം, അല്ലാതെ അതൊരു പ്രത്യേക പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊടിയുടെയോ നിറത്തിനെ ആക്ഷേപിച്ചതോ വിമർശിച്ചതോ ഒന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ് നിങ്ങളുടെ പ്രശ്നം. അങ്ങനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുമ്പോൾ അതിലുണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ, അതിന് മുമ്പുള്ള തലമുറയിൽ ഇപ്പോൾ ഒന്നീ പാർട്ടി അല്ലെങ്കിൽ മതം ഇത് കലർത്തി ആ സാധനം ഇല്ലാതാക്കുക. ഇത് തന്നെയാണ് കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ തൊട്ട് പുറകെ നടക്കുന്ന കൺസ്ട്രക്ഷൻ എവിടെയാണെന്നറിയോ? ശോഭ റിയൽ. ഇവരുടെ എന്താ പറയുക, അതൊരു മലയാളിയുടെയാണ്, തൃശ്ശൂരുകാരൻ്റെയാണ്. അവരിന്ന് ഇവിടെ വന്ന് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ദിനം വളർന്നുകൊണ്ടിരിക്കുക. ഈ പറയുന്ന എനിക്ക് ആരോടും വ്യക്തിവൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന എനിക്കൊരു പ്രത്യേക പാർട്ടിയോടൊരു പ്രത്യേക അനുകമ്പയോ ഒന്നുമില്ല. ഞാൻ നേരെയുള്ള കാര്യം, അതായത് ഇന്ന് ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ വരണമെന്നോ അല്ലെങ്കിൽ ഇവിടെ വന്ന് കുറേ കാശ് സമ്പാദിക്കണമെന്നോ എന്നുള്ള ഒരു ചിന്താഗതിയുടെ പുറത്ത് ഇവിടെ നിന്നല്ല. നമ്മുടെ രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശികമായി, നമ്മൾ മൊത്തത്തിലൊന്നും പറയേണ്ടത്, നമ്മുടെ പ്രാദേശികമായ രീതിയിൽ ഒരു തൊഴിൽ, നമുക്കൊരു വരുമാനം കിട്ടുന്നൊരു തൊഴിൽ. പിന്നെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ മാത്രമല്ലല്ലോ. വിദ്യാഭ്യാസം എന്നതിലുപരി നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ളൊരു സമ്പ്രദായമുണ്ട്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പഠിക്കുക, എങ്ങോട്ടോ. ഇത് ഈ കാണുന്ന എല്ലാം മലയാളികളുടെ ഷോപ്പുകളാണ് ഈ കാണുന്നത് എല്ലാം. അതിൽ നമ്മൾ ഭയങ്കരമായിട്ടും അഭിമാനിക്കുന്നു, മനസ്സിലായോ? നമ്മളിവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. ഇന്ന് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കാതെ മറുനാട്ടിൽ വന്ന് അവൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഓരോ ബിൽഡപ്പ് അവനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അതിൽ നല്ലതും ചീത്തയായിട്ടുള്ള പലതും ഉണ്ട്. മനുഷ്യരാണ്, പല രീതിയിലുള്ള ആളുകളാണ്. അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നതാണ്. അവിടെ നിന്ന് തുടങ്ങുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, അതായത് മാനേജ്മെൻറ്റ് സിസ്റ്റം പോലും നമുക്കില്ല പ്രോപ്പറായിട്ട്. ഇപ്പോൾ ബീച്ചുകളിലും മറ്റും, അല്ലെങ്കിൽ ബീച്ചുകളിലെന്നല്ല, പൊതുവായ സ്ഥലങ്ങളിലും മറ്റും കൂമ്പാരമായി കിടക്കുന്ന വേസ്റ്റുകൾ അതൊന്നും മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല. അവരുടെ മറ്റേ കുടുംബത്തിൽ നിന്ന് എടുത്തെന്തോ ചെയ്യുന്നത് പോലുള്ള ഒരു ധാർഷ്ട്യഭാവത്തിലാണ് അവർ ഓരോ കാര്യം ചെയ്യുന്നത്. നമ്മളിപ്പോൾ തന്നെ ആയിക്കോട്ടെ, നമ്മുടെ അടുത്തുള്ള ഓഫീസുകളിലോ ഒക്കെ മറ്റോ കാര്യങ്ങളിലോ ചെന്നാലും അവർ അവിടുത്തെ പീപ്പിൾസിനോട് പെരുമാറുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. നമ്മളെ സേവിക്കാൻ ഇരുത്തിയിരിക്കുന്നവൻ നമ്മുടെ അടുത്ത് കയർക്കുകയാണ്. നമ്മൾ തിരിച്ചെന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പേരിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചാർത്തി നമ്മുടെ പേരിൽ കേസ് ഫയൽ ചെയ്യും. അപ്പോൾ ഈ ഒരു സിസ്റ്റമൊക്കെ നിലനിന്ന് ആളുകളെ മനുഷ്യനായി കണക്കാക്കാനും നാട്ടിൽ അടിമത്തവും കാര്യങ്ങളും ഒക്കെ ഇല്ലാതാക്കി നിർത്തിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും നമ്മൾ ഇന്നും അടിമകളാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, എല്ലാ തരത്തിലുള്ള റൂളുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റൂള് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു കാര്യങ്ങളും അവരവരുടെ, അതായത് അവിടെ വ്യക്തിപരമായ രീതിയിൽ അവരവരതിനെ ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ തലമുറകൾ അത് അനുഭവിക്കുന്നുണ്ട് എന്നതല്ലാതെ സാധാരണക്കാരനായിട്ടോ ഉള്ള ഒരാൾക്ക് പോലും ആ റൂളിൻ്റെ ഒരുവിധമായിട്ടുള്ള ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് പീപ്പിൾസ് മാത്രം വളർന്നാൽ മതി എന്നൊരു ചിന്താഗതി ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. കാലാകാലങ്ങളായി അവർ കാണിച്ചു വച്ചിരിക്കുന്നതിൻ്റെ ഒരു പരിമിത ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒരു സിസ്റ്റം ഇല്ലാതെ പ്രവർത്തിക്കുന്ന, അതിങ്ങനെ കുറേ നാൾ പ്രവർത്തിക്കും, ഒരു കുഴപ്പമില്ല, അതിങ്ങനെ പ്രവർത്തിക്കും. അപ്പോൾ ചോദിക്കും, അവിടെ ഇപ്പോൾ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇവർ പറയും, അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, മറ്റേത് ചെയ്തില്ലേ. ഇത് ചെയ്യുന്നു എന്നതിലല്ല കാര്യം, അത് നിലനിർത്തുന്നു എന്ന് പറയുന്നതിലാണ് കാര്യം വരുന്നത്. അല്ലാതെ അവിടെ ഇതുണ്ടാക്കി അത് കുറേ കാലം ഇങ്ങനെ കാണും.
അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഭംഗി ഇത് കഴിയുമ്പോഴത്തേക്ക് അതിൽ ജോലിക്ക് വരുന്നവർ പോലും കൃത്യമായി വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പലപ്പോഴും. അതായത് നമ്മൾ വിമർശനങ്ങൾക്ക് ഇതാകുകയാണ്, അല്ലാതെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്നോ സംഭവമൊന്നുമല്ല. ഞങ്ങളുടെ പാർട്ടിക്കാരനെ പറഞ്ഞു, ഞങ്ങളുടെ നേതാവിനെ പറഞ്ഞു, ഞങ്ങളുടെ ഇതൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായി എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പാർട്ടിക്കാരെയോ മറ്റുള്ള സംഭവങ്ങളെയോ ഒന്നും, മതം ഇപ്പം മതമല്ലേ ട്രെൻഡ്. എവിടെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുമ്പോൾ അത് ഇന്ന മതത്തിൽപ്പെട്ട ആൾ ചെയ്ത് എന്ത് കാര്യമാണെന്ന് ആലോചിക്കുന്നത്. മനുഷ്യനായി ജീവിച്ചൂടെ ഇവനൊക്കെ? എടാ, നമ്മളൊക്കെ ഈ പറയുന്ന മനുഷ്യനാണ്, ചോരയും നീരുമുള്ള മനുഷ്യൻ. ആർക്ക് എന്ത് സംഭവിച്ചാലും അത് ഒരിക്കലും ഒരു മതത്തിൽപ്പെട്ട ആളുകൾക്കല്ല സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇതിൽപ്പെട്ട ആളുകൾക്കല്ല സംഭവിക്കുന്നത്. മനുഷ്യനാണ്, മനുഷ്യന് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഈ മതം പഠിപ്പിക്കാൻ കാണിക്കുന്ന ആവേശം ഒരു മനുഷ്യനിൽ, അതായത് ആ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം, അല്ലാതെ ഈ പറയുന്ന ഇന്നും പള്ളിയും അമ്പലങ്ങളും അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ അവിടുത്തെ പൂജാരികളും അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ ആ വ്യക്തികളെയും പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതിൻ്റെ 4/1 കാര്യങ്ങൾ, അതായത് നമ്മുടെ ആ ഒരു സിസ്റ്റത്തെ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൽ ഇനി വളർന്നു വരുന്നൊരു തലമുറയ്ക്ക് അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇനി അല്ലാതെ എല്ലാവരും എന്തെങ്കിലും പഠിച്ച് നേരെ നിങ്ങൾ ഗൾഫിൽ പോകും, അല്ലെങ്കിൽ ഈ പറയുന്ന ആ സിസ്റ്റമാണ് നിൽക്കേണ്ടത്. ആദ്യം നമ്മൾ മുന്നു വിളയുന്ന മണ്ണിൽ ഒന്നുമില്ല എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുന്നൊരു സിസ്റ്റമാണ് നമ്മുടെ അവിടെ നിലനിൽക്കുന്നത്. കൃഷി ഉപജീവനമായി ജീവിക്കുന്ന ഒത്തിരി കർഷകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാലാകാലങ്ങളായി നമ്മൾ കാണുന്നത് എന്താ, അവരെ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറയുന്നത്. ഇതിനെതിരെ ആരും ഒന്നും സംസാരിക്കാനായിട്ട് അനുവദിക്കില്ല. അഥവാ എന്തെങ്കിലും ഒരു രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ അവിടെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അത് ഒരു അതിന് വേണ്ടിയിട്ട് തന്നെ തയ്യാറായിട്ടുള്ളൊരു ബറ്റാലിയൻ ഇവരുടെ കയ്യിലുണ്ട്. അത് എല്ലാ മതത്തിലും ഉണ്ട്, ഈ പറഞ്ഞ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് മറ്റേ ഇവന്മാർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ നക്കാപ്പിച്ച ശമ്പളത്തിൻ്റെ അല്ല കിമ്പളത്തിൻ്റെ ഈ നക്കി ജീവിക്കുന്ന കുറേ നാറികളുണ്ടല്ലോ. പണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ കടന്നു കയറുന്നതിന് മുമ്പ് ആ കാലഘട്ടത്തിലേക്ക് തന്നെ തിരിച്ച് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം അന്ന് ആ കാലഘട്ടത്തിൽ ഇതുപോലെ നമ്മുടെ നാട്ടിൽ അന്നുണ്ടായിരുന്ന ഞാഞ്ഞൂലുകളുടെ സപ്പോർട്ടിലാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ആദ്യം ഈ ഡ്രഗ് ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത്. ശരിക്കും ഇതൊരു വെപ്പണാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? ഇത് മാരകമായിട്ടുള്ള ഒരു വെപ്പണാണ് യഥാർത്ഥത്തിൽ ഡ്രഗ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചൊരു തലമുറയെ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ എവിടെ എടുത്ത് നോക്കിയാലും ശരി, നമ്മുടെ ലോകത്തിൻ്റെ ഏതറ്റത്ത് എടുത്ത് നോക്കിയാലും ശരി, നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ വംശകൻ്റെ ഒരു കയ്യൊപ്പ് അവിടെ എവിടെയെങ്കിലും സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്വന്തം രാജ്യത്ത് ഒരു രീതിയിലുള്ള ഇതും കിട്ടാതെ അവർ മറ്റു രാജ്യങ്ങളിൽ ചെന്ന് അവനവൻ്റെ മികവ് പുലർത്തി അവനവിടുത്തെ മികച്ചവനായി മാറുന്നു. അപ്പോൾ ഇതിന്ന് ലോകത്തിനെല്ലാം തന്നെ ഒരു മാതൃകയാണ് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ വംശകൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വംശം ഇല്ലാതാകണം, അത് എല്ലാ രീതിയിലും. ആ ഒരു നമ്മുടെ സംസ്കാരം, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, നമ്മുടെ നല്ല നല്ല എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇല്ലാതായി നമ്മുടെ അടിവേറിറക്കാനായി കാത്തിരിക്കുന്ന കുറേ, അതായത് ഇന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള വാർപ്പോരിൽ ഒരുപാട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ ബോംബാക്രമണവും ഷെല്ലാക്രമണവും ഒക്കെ നടത്തുന്നുണ്ട്. ഇതൊന്നും ഒരു രീതിയിലും നമ്മളെ എതിർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഈ ഒരു രീതിയിലുള്ള വെപ്പൺ നമ്മളിലേക്ക്
നമ്മുടെ പുതിയ തലമുറയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പോൾ മതം കലർത്തുന്നത് എന്തിനാണെന്ന് നമ്മുടെ സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഹിന്ദു രാഷ്ട്രം അല്ലെ എന്താ പറയുക മുസ്ലിം രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് കാണുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, നമ്മൾ പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണത്. അതൊന്നും നമ്മൾ വളരെ വിശദമായ രീതിയിൽ ഇതാക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊക്കെ നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ചിന്തകളിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു സാധനമാണ്. ആദ്യം വേണ്ടതെന്ന് പറയുന്നത് എന്താണെന്നറിയോ? മനുഷ്യത്വമാണ് വേണ്ടത്. മനുഷ്യത്വം, മനുഷ്യനാണെന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം. അതെവിടെ നഷ്ടപ്പെടുന്നു, അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം അവിടെ പ്രാവർത്തികമാകും. ഫോൺ ഉപയോഗിച്ച് ഇഞ്ചിഞ്ചായിട്ട് നമ്മുടെ ഒരു തലമുറയുടെ ഭാവി തന്നെ ഇല്ലാതാക്കുക, ആ രാജ്യത്തിൻ്റെ സുസ്ഥിര പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുക എന്നൊരു ചിന്തയുമായി ഇതെന്താണ് എന്നുള്ളത് നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിന് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിക്കും അതിൻ്റെ ഒരു അവബോധവും അതെന്താണെന്ന് പോലും അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അതെത്ര മാരകമായിട്ടുള്ള വിഷമാണെന്ന് ഒരിക്കലും അറിയില്ല. അതുപോലെ തന്നെയാണ് മദ്യവും. ഈ മദ്യം ചുമ്മാതെ നമ്മുടെ നാട്ടിലേക്ക് ആവശ്യമില്ല. ഇത് നമ്മൾ വലിയ പുണ്യാളച്ചനാണെന്നൊന്നും പറയുന്നതൊന്നുമില്ല. നമ്മൾ ഒരിക്കലും ഇതൊന്നും ഉപയോഗിക്കാത്ത ആളുകളുമല്ല എല്ലാം. പക്ഷെ അത് തിരിച്ചറിയണം. തിരിച്ചറിവ് എന്ന് പറയുന്നൊരു സാധനം ഒരു മനുഷ്യനിലേക്ക് എന്നുണ്ടാവുന്നോ അന്നാണ് അവനൊരു അവൻ്റെ ബോധതലങ്ങൾ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടാണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു പുതിയൊരു തലമുറ, വളർന്നു വരുന്നൊരു തലമുറ ആ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവനെ എല്ലാവരും കൂടെ ആക്രമിക്കാതെ ഏതെങ്കിലും ഒരു രീതിയിൽ, അല്ലെങ്കിൽ അവന് വളർന്നു വരാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് അത്രയും ചെയ്താൽ മതി. അല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇനി പുതിയൊരു സിസ്റ്റം ഒന്നും ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഈ നിലവിലുള്ള സിസ്റ്റത്തിൽ ഏറ്റവും മഹത്തായ രീതിയിൽ ജീവിച്ചാൽ, ഞാൻ ജനിച്ച മണ്ണാണ്, ഈ മണ്ണ് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതും ഈ മണ്ണിനെ നിലനിർത്തേണ്ടതും എൻ്റെ കടമയാണ് എന്നൊരു തോന്നൽ എല്ലാവരിലും ഉണ്ടായാൽ ആ നാട് വലിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഒരു ഫൈനൽ സ്റ്റേജാണ്. ഇതൊരു ഫൈനൽ സ്റ്റേജാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന പല ശക്തികളും, അതായത് എല്ലാ രീതിയും ഒരു രാജ്യത്തെ ബോംബിട്ട് തകർക്കുന്നതിനേക്കാളും അവരിഞ്ചിഞ്ചായി നമ്മളെ കൊന്നുകൊണ്ടിരിക്കുക ഓരോ രീതിയിലും. ഇത് നമ്മൾ ഓരോരുത്തരും ജനങ്ങൾ തിരിച്ചറിയുക. ജനങ്ങൾ മാത്രമല്ല, നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ ഈ ഉന്നത തലങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും ഇതൊന്ന് തിരിച്ചറിയാൻ ഒരു ഇതുണ്ടായാൽ ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് വരാം. ഞങ്ങൾക്കൊക്കെ അവിടെ വന്ന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് അവിടെ ഉണ്ടാക്കാം. അല്ലാതെ അവിടെ ജീവിക്കുന്നവരെ എല്ലാം തുരത്തി ഓടിച്ചിട്ട് അവിടെ രാജാവായി ഇവിടെ നിന്ന് തുടങ്ങിയ നാശമാണ് നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ആ നാട്ടിൽ ഈ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് ഭാരതീയൻ്റെ മണ്ണിൽ അവിടെ ഒരു സംസാരമല്ല, രണ്ട് സംസാരമല്ല. അതായത് ആ ഒരു സിസ്റ്റമാണ് നമുക്ക് ഇവരുണ്ടാക്കി വെച്ചിട്ട് പോയത്. ഇതങ്ങനെ തമ്മിത്തല്ലി തന്നെ തീരണം എന്നുള്ളൊരു, അതായത് ഭയങ്കര നികൃഷ്ടമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ മൂല്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അവന്മാർ അപഹരിച്ചുകൊണ്ട് പോയി. അതിൻ്റെ ബാക്കി നമുക്ക് കിട്ടിയ നമ്മുടെ മണ്ണ്, ഇത് സംരക്ഷിക്കാൻ ഇന്നും നമ്മുടെ ഗവൺമെൻറ്റോ നമ്മുടെ സിസ്റ്റമോ അതിന് തയ്യാറാവുന്നില്ലെന്നുള്ളതാണ്. അവന്മാർ കാട്ടിക്കൂട്ടിയിട്ട് പോയ എച്ചിലുകൾ നഷ്ടി നമ്മൾ ഇന്നും ജീവിക്കുന്നു പലതും. മനസ്സിലായോ? അത് ഇനി ഒരു ശക്തി അവിടേക്ക് കടന്നു കയറിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ വളരെ ആധികാരികമായി സംസാരിക്കുകയൊന്നുമല്ല. സാമാന്യ ബോധത്തിൽ, സാമാന്യമായിട്ടുള്ള ഒരു മനുഷ്യനെന്ന് അല്ലെങ്കിൽ ഒരു ഭാരതീയനെന്ന ഒരു വികാരത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ വളരെ സിസ്റ്റമാറ്റിക്കലായിട്ടൊന്നും സംസാരിക്കുകയൊന്നുമല്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എൻ്റെയും ഇത് ഓരോ മനുഷ്യൻ്റെയും ചിന്തകളിലും ഇത് ഉള്ള കാര്യങ്ങളാണ്. ഇതിനെതിരെ പ്രതികരിക്കാനും അല്ലെങ്കിൽ
നമ്മുടെ അവകാശങ്ങളെ നിലനിർത്താനായി നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിയും മതവും പറഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വീഡിയോയ്ക്കുള്ളൊരു കാരണം തന്നെ എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് വളരെ മാന്യമായ രീതിയിലൊരു വീഡിയോ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ നടക്കുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ കോർത്തിണക്കിയ ഒരു കാര്യം ചെയ്തപ്പോൾ അതിന് വന്ന മറുപടികൾ ഇതാണ്: നീ ഞങ്ങളുടെ പാർട്ടിയെ പറഞ്ഞു, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ ഗവൺമെൻറ്റിൽ ആക്ഷേപിച്ചു. എനിക്കറിയില്ല എന്ത് ചിന്താഗതിയുടെ പുറത്ത്. അങ്ങനെയുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ കാര്യം നമ്മൾ ജീവിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ അതിലൊരു ഇത്ര ശതമാനം പീപ്പിൾസ് ഇന്നും അവൻ്റെ വിശ്വാസങ്ങളും അവൻ്റെ ആദർശങ്ങളും അവൻ്റെ മണ്ണും ചേർത്ത് പിടിക്കാൻ തയ്യാറായിട്ട് ഇന്ന് ആ നാട്ടിലുള്ളതിൻ്റെ പേരിലാണ് ഈ പറയുന്ന ഒരു രീതിയിലുള്ള കടന്നുകയറ്റവും ഇന്ന് ആ നാട്ടിൽ സാധിക്കാത്തത്. പക്ഷേ അത് വിദൂരമല്ല. നമ്മൾ നമ്മുടെ മണ്ണിൽ ചേർന്നും അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ആരും അവിടെ നിന്ന്, അതായത് ആ നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, ഇതുപോലുള്ള ചെന്നായകളുടെ ഇടയിൽ കിടന്ന് നമ്മൾ പലപ്പോഴും, അതായത് എൻ്റെ അനുഭവങ്ങൾ തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയുണ്ട്. ഇതിന് മുമ്പിലുള്ള വീഡിയോയിൽ തന്നെ ഞാനതിൽ വ്യക്തമായ രീതിയിൽ അത് ഞാൻ പറയുന്നുണ്ട്. ഇട്ട് ചെന്നായകളെ നമ്മൾ തിരിച്ചറിയുക. സിസ്റ്റവും നമ്മളുടെ ഈ വാക്കുകൾ കേൾക്കാനായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ, നമ്മുടെ സാധാരണക്കാരൻ്റെ ശബ്ദം എങ്ങും ഈ കാലയളവിനുള്ളിൽ കേട്ടിട്ടില്ല. ഉയർന്നു വരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ. അതിന് നമ്മളും തന്നെ കൂട്ട് നിൽക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ആയിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് ഏറ്റവും കൂടുതൽ ഇമോഷണലി ഞാൻ എൻ്റെ രാജ്യത്ത് നിന്ന് സംസാരിച്ച സമയത്തും എനിക്ക് ഈ ഒരു പ്രശ്നമാണ് ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ടിരുന്നത്. അതായത് എൻ്റെ ചുറ്റുപാടിലുള്ളവർ തന്നെ അത് എന്നെ വിമർശന വിധേയമാക്കുകയാണ്. അതായത് നമ്മളൊരു പൊട്ടക്കിണറ്റിലെ തവളയാവരുത് ഒരിക്കലും. അതിൻ്റെ പുറത്തോട്ട് വന്ന് ഇപ്പോൾ നിങ്ങളപ്പോൾ ചിന്തിക്കും ഏതോ ഒരു രാജ്യത്ത് വന്ന് വലിയ ഇതും കണ്ടപ്പോഴത്തേക്ക് ഇതായിട്ട് സംസാരിക്കുന്നതാണെന്ന്. ഇതൊരിക്കലും ഈ ഒരു രാജ്യത്ത് ജീവിക്കാനാണെങ്കിൽ സൈലൻ്റായിട്ട് ഇവിടെ അങ്ങ് താമസിച്ചാൽ മതി. എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ നിലവിൽ. നമുക്കതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. മാസാവസാനം നമുക്ക് കിട്ടേണ്ട ശമ്പളവും കിട്ടും, നമ്മുടെ വീട്ടുകാർ ഹാപ്പി, നമ്മൾ ഹാപ്പി, എല്ലാവരും ഹാപ്പി. പക്ഷെ അതല്ല വേണ്ടത്. നമ്മൾ പറയുന്നത് അതിനല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് ഇനി വരുന്നൊരു തലമുറയെങ്കിലും കൂട്ടമായി ആക്രമിച്ച് ആ നാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാതെ അവനെ അവിടെ നിലനിർത്തും. അല്ലാതെ പാർട്ടിക്കാരനെയും ഈ പറയുന്ന മതഭ്രാന്തന്മാരെയും ഒന്നും അല്ല അവിടെ നിലനിർത്തേണ്ടത്. അവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ അനുസരിച്ചില്ലെങ്കിൽ അവരെ നമുക്ക് ചോദ്യം ചെയ്യാം. ഇത് ഒരു രീതിയിലുള്ള സാധനങ്ങളും നമുക്ക് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ നിലവിൽ വിദ്യാഭ്യാസം നേടി അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിസ്സഹമായി നിൽക്കുന്ന ഓരോ പുതിയ തലമുറയ്ക്കും നമ്മൾ വഴികാട്ടികളാവണം. അപ്പോൾ അവർക്ക് ഓരോ മനുഷ്യനോടും നമ്മളോടും ബഹുമാനം കൊണ്ടാവും. അല്ലാതെ ബഹുമാനമൊന്നും ചോദിച്ചു വാങ്ങിക്കേണ്ട സാധനമൊന്നുമല്ല ഈ പറയുന്ന. അപ്പോൾ അവർ നമ്മളെ ബഹുമാനിക്കും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രഗ് എന്ന നമുക്ക് നമ്മുടെ രാജ്യത്ത് ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്തിനെ നമുക്കതിലൂടെ അവരെ മാറ്റിയെടുക്കാൻ പറ്റും. അല്ലാതെ അടിച്ചും തല്ലിയൊന്നും ആരെയും മാറ്റാനും പറ്റത്തില്ല, ആരും മാറാനും പോകുന്നില്ല. ഇതിൻ്റെ പല ഭാഗങ്ങളിലും അതിനായുള്ള തുടക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ അതിനായി നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമ്മൾ അതിനായി തയ്യാറെടുക്കുക എന്നതാണ് ഇനി അടുത്തൊരു ഘട്ടമെന്ന് പറയുന്നത്. അതിൽ നമ്മളും പങ്കാളികളാകുക, അതിൽ നമ്മൾ വിരോധാഭാസത്തിൽ നോക്കി നിൽക്കാതെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാകുക. അതിൽ നമ്മളെ തടയിടാനായി ഒരു പാർട്ടിക്കോ ഒരു മതത്തിനോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒന്നിനും നമുക്കൊരു രാഷ്ട്രബോധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും കാൽ കീഴിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. നമ്മുടെ മനസ്സിൽ രാഷ്ട്രബോധം ഉണ്ടായാൽ മതി. നമ്മുടെ രാഷ്ട്രീയം അവിടെയാണ് തുടങ്ങുന്നത്. അല്ലാതെ ഒരു പ്രത്യേക നിറത്തിലുള്ള കൊടിയുടെയോ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഒരു പാർട്ടിയുടെയോ ഒരു നേതാക്കന്മാരുടെ അടിമയായിരിക്കണമെന്ന് ഒരു റൂളിലും ഇന്ന് വരെയും പറഞ്ഞിട്ടുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനിയുള്ള ഒരു മുന്നോട്ടുള്ളൊരു മൂവിങ്ങിലും ഒന്നായി കൈ ചേർന്ന് നിൽക്കാം, ഒരുപോലെ മുന്നോട്ട് മൂവാവാം, നമുക്ക് ഒരുമിച്ച് വളരാം. ഇപ്പോൾ ഫൈനലായിട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ എന്നെ വന്ന് കാണുകയും ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അവരെന്നോട് പറയുകയും അതിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കാം എന്നുള്ള ഒരു ധാരണയിൽ, അതായത് വ്യവസ്ഥിതിയിൽ ഞാൻ അവരോട് ഇന്ന കാര്യങ്ങൾ ഇന്ന ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം, എൻ്റെ നാടിൻ്റെ സിറ്റുവേഷൻ ഇതാണ്,
ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാൻ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്നുള്ളൊരു ധാരണയിൽ ഞാൻ അവരുമായി ഒന്ന് സംസാരിക്കാനൊരു സാഹചര്യം ഉണ്ടായി. ഈ സമയത്ത് അവരെല്ലാം സമ്മതിക്കുകയും നമുക്ക് മുന്നോട്ട് ചെയ്യണം, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മളെ വ്യക്തമായ രീതിയിൽ പറ്റിച്ചെന്ന് മാത്രമല്ല, ഇത് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് സമയത്തുണ്ടായിരുന്ന ഒരു രീതിയിലുള്ള സംസാരവുമല്ല പിന്നീട് ഇവരുടെ സംസാരം ഞങ്ങൾ പറയും അത് കേൾക്കണം, ഞങ്ങൾ പറയും അത് കാണണം. നടക്കത്തില്ല. അത് നമ്മുടെ അടുത്ത് നടക്കില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഒരു രീതിയിലും അവർ പിന്നീട്, അതായത് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഒരു അജണ്ട അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അജണ്ടയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോഴാണ് അവരുടെ പാർട്ടിക്ക് വളരാനും അല്ലെങ്കിൽ അവരുടെ പാർട്ടി നേതാക്കന്മാരെ വളർത്താനും പറ്റത്തുള്ളൂ. നടക്കത്തില്ല എന്ന് മുഖത്ത് നോക്കി വ്യക്തമായി തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു. അവിടെ നിന്ന് അപ്പം ഇറങ്ങുകയും ചെയ്തു. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഇന്ന പാർട്ടി നേതാക്കന്മാർ അല്ലെങ്കിൽ ഇന്ന ആദർശത്തിൽ മാത്രം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നൊരു ചിന്താഗതി ഉണ്ടല്ലോ, വെറുതെ. അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. എല്ലാ സംഘടന പ്രവർത്തനങ്ങളും സംഘടിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ അതിന് പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. അതിൽ പാർട്ടി നേതാക്കന്മാർ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അത് ചെയ്യും ഇത് ചെയ്യും, അതല്ല. വ്യക്തമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള, അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ ഒന്നും ആരെയും തന്നെ ഒരു രീതിയിലും എനിക്കൊരു വിദ്വേഷം ഉള്ളതുകൊണ്ടല്ല ഞാനിങ്ങനെ സംസാരിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമുക്കെന്തിനാണ് ഇങ്ങനൊരു പാർട്ടി, അല്ലെങ്കിൽ നമുക്കെന്തിനാണ് പിന്നീട് എന്തിനാണ് ഇങ്ങനൊരു സിസ്റ്റം? എനിക്ക് ആരെയും പ്രത്യേകിച്ചും ഞാൻ ഭയന്ന് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരാളുടെ അടിമയല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. എൻ്റെ രാജ്യത്ത് ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സാധനങ്ങളും എനിക്ക്, അല്ലാതെ ഒരു പാർട്ടിക്കാരുടെ. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താ? ഇന്ന പാർട്ടിക്കാരാണ്, നിറങ്ങൾ നോക്കി മാത്രം, മണം നോക്കി മാത്രം ഒരേ ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി. ഇതൊക്കെയാണ് ഇന്ന് ഈ നാട് ഇങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നതിനോട്ടുള്ള ഏറ്റവും വലിയൊരു കാരണം. ഞാൻ ജീവിക്കുന്നത് ഭാരതീയനായിട്ടാണ്, ഒരു ഭാരതത്തിൻ്റെ മകനായിട്ടാണ്, നമ്മളൊരു ഇന്ത്യൻ പൗരനാണ് എന്നുള്ളൊരു ബോധം. ഇപ്പോൾ ഭാരതീയൻ എന്ന് പറഞ്ഞാൽ പോലും അതിൽ ഈ പറയുന്ന വേറെയുള്ള രീതിയിലുള്ള വിഷം ചേർക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. നമ്മൾ ആദ്യം നമ്മുടെ സാമാന്യ ബോധത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ അതിൻ്റെ മറ്റുള്ളവർ പറയുന്നതല്ല, മറ്റുള്ളവരാരും പറയുന്നതല്ല, നമ്മുടെ സ്വബോധത്തിൽ അതിനെ ശരിതെറ്റുകൾ വിലയിരുത്താനുള്ള ഒരു ശേഷിയാണ് ആദ്യം ഒരു മനുഷ്യനെന്ന രീതിയിൽ ഒരു ഇതിൽ വേണ്ട ഒരു കാര്യം. വായും വയറും മാത്രം നോക്കാതെ നമ്മുടെ ചുറ്റുപാടിലുള്ളവരെല്ലാം സേഫാണോ, നമ്മുടെ ചുറ്റുപാടിലുള്ളവരെല്ലാം ആഹാരം കഴിക്കുന്നുണ്ടോ, അവർക്ക് നല്ല വസ്ത്രങ്ങൾ ലഭിക്കുന്നുണ്ടോ, അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും രോഗാവസ്ഥയിലാണോ, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് എന്നെങ്കിലും ഒരു നിമിഷം അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ ബോധവും സാമാന്യമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ഒരു സാധനം. അതിൽ നമ്മൾ ഒന്നും കലർത്തണ്ട. ഒരു പാർട്ടിയുടെ കൊടികളോ മതമോ ജാതിയോ ഒന്നുമില്ല. മനുഷ്യനെന്ന ബോധം നമ്മളിലുണ്ടായാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ചിലപ്പോൾ പലർക്കും അങ്ങോട്ട് ദഹിച്ചിട്ടുണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. ആ ദഹിക്കാത്തവർക്ക് വേണ്ടി തന്നെയാണ് ഞാനിത് ചെയ്തത്, മനസ്സിലായോ? ഇപ്പോൾ ഇത് കേട്ട് അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മനുഷ്യൻ്റെ എങ്കിലും മനസ്സിൽ ഈ ഒരു തോന്നലൂടെ ഉളവെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിജയമായി തന്നെ ഞാൻ കണക്കാക്കുന്നു. കാരണം ഈ പറയുന്ന നമ്മൾ എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്കും ഇഷ്ടമാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെയാണ് ഞാനും. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു രാഷ്ട്രബോധവും നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചും ഒരു നിമിഷമെങ്കിലും, മനസ്സിലായോ? നമുക്ക് ആർക്കും അറിയില്ല നമ്മുടെ അടുത്തുള്ളവനെ എൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ നമ്മുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ കാര്യം, മനസ്സിലായോ? അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് മാത്രമാണ്, അല്ലാതെ ഒരു പാർട്ടിയെ വളർത്താനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശങ്ങളിലോ ഒന്നുമല്ല. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ രാജ്യം, നമ്മൾ ജീവിക്കുന്ന മണ്ണ്, അതെന്നും നിലനിൽക്കാനായിട്ടും അവിടെ നമുക്ക്, അതായത് ഇന്ന് ഈ പ്രവാസ ലോകം കേട്ടും
പറഞ്ഞും പഠിച്ചതിലൊക്കെ ഒരുപാട് തിരുത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിയുന്നു. ഇനിയും അത് വൈകിയാൽ നമ്മുടെ മണ്ണ് കയ്യിൽ നിന്ന് പോകും. എങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കാതെ നമ്മുടെ ഒന്ന് ഈ പറയുന്ന ഞാനൊരു എൻ്റർടൈൻ സിറ്റിയിലാണ്. ഇവിടെ എൻ്റർടൈൻമെൻറ്റ്സിനൊന്നും ഒരു ക്ഷാമവും ഇല്ല. ഈ എൻ്റർടൈൻമെൻറ്റ്സൊക്കെ കളഞ്ഞിട്ട് ഈ പറയുന്ന നാട്ടിൽ വന്ന് ജീവിക്കാനുള്ള ഒരു ബുദ്ധിയും കൊണ്ടൊന്നുമല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാതെ ഇത് ഒറ്റയടിക്ക് ഉന്മൂലനം ചെയ്ത് അതുകൊണ്ട് ആരും രാത്രി വെളിയിലോട്ടിറങ്ങണ്ട, അതുകൊണ്ട് ആരും രാത്രി ക്ലബ്ബുകളിൽ പോകണ്ട, അത് ഇതുകൊണ്ട് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും മരവിപ്പിക്കാനല്ല പറയുന്നത്. വേണ്ട കറക്റ്റായിട്ടുള്ള റൂളുകൾ പാലിച്ച് അതിൻ്റെ നിയമവ്യവസ്ഥ അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നടന്നു കഴിഞ്ഞാൽ അത് പരിപൂർണമായും രീതിയിൽ കുറച്ച് നാളത്തേക്ക് കുറേ പോലീസ് കാര്യങ്ങൾ ഇതിൽ ആധികാരികമായിട്ടുള്ള ഇടപെടൽ ന്യൂസ് ഇതെല്ലാം ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ ഒലിപ്പിച്ച് കാണിക്കും. എന്ത് സംഭവം നടന്നാലും അത് ഭയങ്കര ഒരു നാറിയ രീതിയിലുള്ള കാര്യമാണ്. മനസ്സിലായോ? കുറച്ച് നാളിങ്ങനെ പൊലിപ്പിച്ച് കാണിച്ച് ഭയങ്കര സ്ട്രിക്റ്റ്, അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല, എല്ലാ സാധനങ്ങളും ബ്ലോക്ക് ചെയ്ത് അവിടെ എന്തെല്ലാം മരവിപ്പിക്കാവോ അതെല്ലാം മരവിപ്പിച്ച് കുറച്ച് നാളത്തേക്ക് ഒരു പ്രശ്നമില്ല. എല്ലാവരും വീണ്ടും സമാധാനപൂർവ്വമായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും എല്ലാവരും എൻ്റർടൈനും, ബാക്കിയെല്ലാം മറക്കുന്നു, കാര്യങ്ങളെല്ലാം കഴിയുന്നു. വീണ്ടും പഴയതിനേക്കാൾ കഷ്ടം. എന്താല്ലേ ഇത്രയും മറ്റേ നാടകത്തിൽ പോലും അല്ലെങ്കിൽ ഒരു സിനിമയിൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇതൊന്നും ആരും തിരിച്ചറിയുന്നില്ല. ഇതിനൊന്നും ആർക്കും പ്രതികരിക്കാനും വയ്യ, ഒന്നുമില്ല. ഇത് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള പ്രൊഫൈൽ ഇന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് അതീതമായി ചെയ്യുന്നവരെ നിങ്ങൾ പിടിച്ച് ചെയ്യില്ലട്ടോ. അങ്ങനെ പ്രോപ്പറായിട്ട് ആർക്കും ചെയ്യുന്ന തൊഴിൽ ചെയ്യാനും വയ്യ. എന്നാ ഈ പറയുന്നതെല്ലാം നടക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള മാറ്റം സംഭവിക്കാനായിട്ടുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഭാഗമാകുക, അല്ലെങ്കിൽ ഞാനും എന്നിൽ നിന്ന് തുടങ്ങട്ടെ എന്ന രീതിയിൽ തന്നെ ഉദ്യോഗസ്ഥരും പീപ്പിൾസും എല്ലാം ഒരുപോലെ തന്നെ മുന്നോട്ട് വരിക. ഒരു മാറ്റം ഉണ്ടാവും. ഞങ്ങളും എല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. പ്രവാസത്തിലുള്ള ഇതായിട്ടുള്ള ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇതായി, എന്താ പറയുക, സെറ്റിൽഡായി എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യക്കാർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ കാലങ്ങളായി ഇവിടെ തന്നെ. അവരൊക്കെ എന്ത് കാര്യത്തിന് ഇനി അങ്ങോട്ട് പോയിട്ട് എന്നുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ ഒരു നാമ്പ് എവിടെയോ കിടപ്പുണ്ട്. നമ്മുടെ രാജ്യത്തൊരു മാറ്റമുണ്ടാവും. നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് ജീവിക്കാനുള്ള ഒരു അവസരം മുന്നോട്ടുണ്ടാവും എന്നുള്ളൊരു ആ ഒരു സാധനം, ആ ഒരു വിശ്വാസം ഇല്ലാതാക്കി കളയല്ലേ എന്നാണ് എനിക്കെല്ലാവരോടും പറയാനുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇനി ഓരോ ദിവസവും പ്രിപ്പയർഡ് ആവേണ്ടത്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം തയ്യാറെടുക്കാം. അപ്പോൾ ഇനി സന്ധിക്കും വരി വണക്കം.